കയ്യിപ്പോ എന്താ ഈ കയ്യെ പ്രശ്നം ആ കയ്യിന്ന് കാലം ചേച്ചിയില്ല ഇതാവൂല പിടിക്കാൻ പറ്റുമോ? വേദന ഉണ്ടോ? വേദനയൊക്കെ ഉണ്ട് ഉണ്ടല്ലേ. എങ്ങനെ പിടിക്കാച്ചാൽ തന്നെ തനങ്ങൂല. ഈ സൈഡ് മൊത്തം ഇതായി മൊത്തം പേർക്ക. ഇതിപ്പോ ഞാൻ ഒറ്റപ്പാലം വരെ നടക്കും. വൈകുന്നേരത്ത് ഇങ്ങോട്ട് വരുമ്പോ ബസ് കയറുമ്പോ ഈ ചില പ്രൈവറ്റ് ബസ് ചെക്കന്മാരുണ്ട്. ഫുൾ കള്ളും കഞ്ചാവും എടുത്ത് അവർക്ക് വണ്ടിയായിട്ട് പാസ് എന്ന് പറഞ്ഞാൽ അലർജിയാണ്. വണ്ടി എടുത്തേക്ക് വരുമ്പോഴേക്കും വണ്ടിയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവർ വണ്ടി എടുത്ത് പോവുക. ഇത് കയറാൻ പറ്റില്ല, പാസഞ്ചറിൽ കയറാൻ പറ്റില്ല, അങ്ങനെ അങ്ങനെയൊക്കെ പറയും. പാസുണ്ട് കയ്യിൽ, പാസുണ്ട്. എന്നിട്ടും ഈ ചെക്കന്മാര് വണ്ടി കയറ്റില്ല. ഇവിടെ മെയിനായിട്ട് 2-3 ആളാണ് കൂടുതൽ ജീവിക്കാനും കൂടി സമ്മതിക്കുന്നത്. ഈ പ്രൈവറ്റ് ബസ് ഞാൻ കുറച്ച് നേരം അവിടുന്ന് ഒറ്റപ്പാലത്ത് വരാം. 3.5 കിലോമീറ്റർ നടക്കും. ഈ വയ്യാത്ത കാലം വെച്ചാൽ 3.5 കിലോമീറ്റർ ഡെയിലി നടക്കും. 7 കിലോമീറ്ററോളം നടക്കും. 7 കിലോമീറ്റർ നടക്കും. അങ്ങോട്ട് വരുമ്പോൾ മാത്രമേ ബസ്സിന് വരില്ല. അതിനോട് സമ്മതിക്കില്ല. അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ചെയ്യാം. ഇതാണ് എൻ്റെ ബസ്സിന്റെ ബസ്സല്ലേ? പേരെന്താണ്? രാജേന്ദ്രൻ. രാജേന്ദ്രല്ലേ? ഇതിപ്പോ എന്ത് പറ്റിയ ഞങ്ങക്ക്? പ്രഷർ അടിച്ച് കയറിയതാണ്. ഇതിപ്പോ എത്രയായി? 2006 ഏപ്രിൽ 28 വെള്ളിയാഴ്ച 11:30 മണിക്ക്. വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പ് എന്ത് വർക്ക്ഷോപ്പ് എന്നത്? കാറ്, ഓട്ടോറിക്ഷ, ബൈക്ക് അൾട്രേഷൻ, വണ്ടികളുടെ പോർക്ക് വെന്റ് എടുക്കുക, അലുമിനിയം വെൽഡിങ്, അങ്ങനെയൊക്കെ. വീട് ഇവിടെ തന്നെ. ഇവിടുന്ന് കുറച്ച് ഒരു 5 മിനിറ്റ്. പാറപ്പുറം എന്ന് പറയും. ഒക്കെ കുറേ എന്റെ ഓവറാക്കണേ. ബ്ലഡ് കോട്ടിങ് ഓവറാക്കണം. അപ്പൊ അത് കൊറേ നടന്നിട്ട് വേണം ശരിയാവാൻ. കണ്ണിന് കുഴപ്പമൊന്നുമില്ല. കണ്ണ് കാഴ്ചയില്ലാത്ത കമ്മിയുള്ളൂ. മാർച്ച് 28 60 വയസ്സായി. ഞാന് രണ്ടും ചെയ്യും. മെക്കാനിക്കും ചെയ്യും, പാച്ച് വർക്കും ചെയ്യും. പണ്ട് അങ്ങനെ രണ്ടും ഒപ്പം ചെയ്യണം. അച്ഛൻ്റെ കുട്ടിയന്മാരെയും തല്ലുകൊണ്ട് പഠിച്ച പണിയാണല്ലേ? മെക്കാനിക് ഫീൽഡ് തുടങ്ങിയേ എത്ര വയസ്സ് മുതലാ? അതിന്റെ 10 വയസ്സ് മുതൽ. 10ാമത്തെ വയസ്സിൽ പണിക്കറിയോ നിങ്ങള്? അച്ഛന്റെ കൂടെ 2ാം ക്ലാസ് പാസ്സാ. 2ാം ക്ലാസ് പാസ്സാകുമ്പോ മെക്കാനിക് അച്ഛനെ സഹായിക്കാൻ ആളില്ലായിരുന്നു. ഞാൻ ഏട്ടനെ അന്ന് പോയി. ഇതിപ്പോ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2007 ലാസ്റ്റ് മുതൽ. 2007 ലാസ്റ്റ് മുതൽ ലോട്ടറി കച്ചവടം പോലും നിർത്തുന്ന ആ ടൈമില്. ഇപ്പൊ നേരെ എടുക്കേണ്ട ഇറങ്ങിയല്ലേ? എന്തെങ്കിലും നമുക്ക് ചായ കുടിക്കാൻ കാര്യത്തിലും പോയി ചോദിക്കണ്ടേ? ശരിയാ. ഒരു 10 രൂപ ചായക്ക് അല്ലെങ്കിൽ ചായ കുടിച്ചു തരുമെന്ന് ചോദിക്കണ്ടേ? അതിനോട് ഫീൽഡിൽ ഇറങ്ങി. അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ട്. എൻ്റെ പഴയ സ്നേഹിതന്മാരെ കാണാം. ചിലർ പഴയ സ്നേഹിതന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കണ്ട നിർത്തും, ടിക്കറ്റ് എടുക്കും. സ്നേഹിതന്മാരെ കാണാം, വർത്തമാനം പറയാല്ലേ? ഇതാ എനിക്കൊരു സ്നേഹിതൻ തന്നെ, എൻ്റെ ശിഷ്യൻ തന്നെ. ശിഷ്യൻ തന്നെ പോണാണല്ലേ? വേറെ ശിഷ്യൻ തന്നെ പോണം. 2 ഫോണൊക്കെ ഉണ്ടല്ലേ? 2 ഫോൺ പറഞ്ഞാൽ ഇത് പാട്ട് കേൾക്കാന്, ഫോൺ വിളിക്കാന്, ഇത് സിനിമ കാണാൻ. എനിക്കറിയില്ല, വിളിക്കാനൊന്നും അറിയില്ല. സിനിമ മാത്രമാണ് ഫോണില്. സിനിമ ഞാൻ ചെറിയ മരുമകളെടുത്ത് പറയും, ഒന്ന് വെച്ച് അടിമാളെ പറഞ്ഞാൽ അവര് സിനിമ വെച്ചു തരും. ഒരു കൊല്ലം കഷ്ടി കടന്നു. എന്നാ നീച്ചു 1 കൊല്ലം കടന്നു. അങ്ങനെ അപ്പൊ നടക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇരിക്കാൻ വൈകില്ല. ഇരിക്കാൻ വൈക്കൂല. ഇപ്പൊ തട്ടി തടഞ്ഞ് വീണ ആരും നീതിക്കണം. അങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലേ? ഈ ഭാഗം തേച്ചില്ല, ഈ ഭാഗം തീരെ തേച്ചില്ല. ഈ കയ്യിലെ എന്തായാലും നമ്മള് ലോട്ടറി ഇങ്ങനെ അധികം എടുക്കല്ല. ഞങ്ങൾ കണ്ട് പരിചയപ്പെട്ടപ്പോഴേ എത്ര എടുക്കുക? 2-3 നാളിലൊക്കെ എടുക്കാന്ന്. ഏതായാലും ഇങ്ങനെ പരിചയപ്പെട്ടല്ലേ. അപ്പൊ ആരെങ്കിലും ഒറ്റപ്പാലം ബൈക്ക് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ രാജേന്ദ്രനായിട്ടുണ്ടാവും കൂടി. അപ്പൊ 2-3 ടിക്കറ്റൊക്കെ എടുത്ത് പോയിക്കോളുണ്ടോ? ഇങ്ങനെയുണ്ട് അല്ലേ? ഇവിടെ വെക്കാം അല്ലേ? അവിടെ എത്താൻ പറ്റില്ല. ഇത് കൈമലുമാണ്. കൈമലുമാണല്ലേ? എന്തായാലും ഞാൻ 4 ടിക്കറ്റ് എടുത്തുകൊള്ളൂ. രാജേന്ദ്രനെ വെച്ചോളി. അപ്പൊ രാജേന്ദ്രനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ ബൈക്കൊക്കെ വരികയാണെങ്കിൽ 4 ടിക്കറ്റൊക്കെ എടുത്തിട്ട് രാജേന്ദ്രനെ ഹെൽപ്പ് ചെയ്യാം. ആള് ഫുള്ള് പോസിറ്റീവാണ്. ഇങ്ങനെ വയ്യാത്തത് കാലും വെച്ചിട്ട് മിനിമം ദിവസം 7 കിലോമീറ്റർ നടക്കുന്ന അറിയണത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടി കാണാം. ഓക്കെ, ബൈ.